കാറ്റത്ത് കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഭാസ്കരൻ മുറ്റത്ത് നിന്ന് മുഖം കഴുകുമ്പോഴാണ് സുഭാഷിന്റെ അമ്മാവൻ തന്റെ ഫ്രണ്ടിനെയും കൊണ്ട് വണ്ടിയിൽ അങ്ങോട്ടെത്തുന്നു. ഭാസ്കരൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷിന്റെ അമ്മാവൻ ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നടുക്കുക. എന്ത് ധൈര്യത്തിലെ ഈ നാട്ടിലേക്ക് വന്നത് നീ എന്ന് ചോദിച്ച് ഭാസ്കരന്റെ കോളറിനിട്ട് പിടിക്കുകയാണ്. ആരുടെ മേലടാ നീ കൈവയ്ക്കുന്നു എന്ന് ചോദിച്ച് ഭാസ്കരനും അയാളെ തട്ടി മാറ്റുകയാണ്. അവർ തമ്മിൽ ഒന്നും രണ്ട് പറഞ്ഞ് കയ്യാങ്കളി ആവുമ്പോഴേക്കും സീറ്റ് ഔട്ടിലേക്ക് വന്ന നികേഷ് അത് കണ്ട് ഓടിപ്പോയി സുഭാഷ് ഏട്ടനെ വിളിക്കുകയാണ്. കളം കേട്ട് സുധീഷും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സുധീഷ് മുറ്റത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് അച്ഛനുമായി അടിയുണ്ടാക്കുന്ന അമ്മാവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. സുഭാഷും നിധിയും ചാന്ദിനിയും നികേഷും എല്ലാം അപ്പോഴേക്കും മുറ്റത്തേക്ക് എത്തുകയാണ്. സുഭാഷും മാമനോടായി ചോദിക്കുന്നുണ്ട്, എന്താ മാമ ഇത്? ഇത്ര വർഷം കഴിഞ്ഞ് കണ്ടിട്ടും ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണോ എന്ന് ചോദിക്കുക. ദേഷ്യത്തോടെ മാമനും, ആരട നിനക്ക് മാമൻ? നിന്റെ അച്ഛൻ എന്റെ അനിയത്തിയെ കൊന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അമ്മാവൻ ദേഷ്യത്തോടെ പറയുക. അതേടാ, നിന്റെ അനിയത്തിയെ ഞാൻ കൊല്ലുന്നത് നീ കണ്ടല്ലോ, ഒന്ന് പോടാ എന്ന് ഭാസ്കരനും പരിഹസിക്കുക. ആ നാട്ടുകാർ മുഴുവൻ പറയുന്നു നീയാണ് എന്റെ അനിയത്തിയെ കൊന്നതെന്ന്. അത് ഞാൻ കാണേണ്ട ആവശ്യമുണ്ടോ? ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് കുടുംബത്തോടെ എന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മാമൻ വീണ്ടും ഭാസ്കരനെ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ്. ബഹളം കേട്ട് സീറ്റ് ഔട്ടിലേക്ക് വരുന്ന സുനന്ദയും പുറത്തെ വഴക്കും ബഹളവും എല്ലാം കണ്ട് അമ്മയെ വിളിക്കുകയാണ്. എന്താടി, എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നതെന്ന് ലളിത അങ്ങോട്ട് വന്ന് ചോദിക്കുമ്പോഴേക്കും, നോക്കമ്മേ, എന്തോ പ്രശ്നം നടക്കുന്നു അവിടെ എന്ന് സുനന്ദ മുറ്റത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുക. ഇവര് കുടുംബത്തോടെ വന്ന് താമസിച്ചപ്പോഴേ ഞാൻ ഇത് വിചാരിച്ചത്, ഇപ്പൊ തുടങ്ങിയല്ലോ എന്ന് ലളിതയും ദേഷ്യത്തോടെ പറയുകയാണ്. വാ അമ്മേ, നമുക്ക് എന്താ കാര്യമെന്ന് നോക്കാമെന്ന് പറഞ്ഞ സുനന്ദ അമ്മയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. സുഭാഷ് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്തുമ്പോഴേക്കും സുധീഷ് അമ്മാവനോടായി ചോദിക്കുന്നുണ്ട്, ഹലോ, ആരായിരുന്നാലും വേണ്ടില്ല, ഇങ്ങനെ ആവശ്യമില്ലാതെ ഒരാളുടെ ദേഹത്ത് കൈവെക്കണോ എന്ന് ചോദിക്കേ. ഞാൻ കൈവെക്കും എന്ന് പറഞ്ഞ് അമ്മാവൻ വീണ്ടും ഭാസ്കരനെ അടിക്കാനായി പോവുക. അവരുടെ വഴക്കും ബഹളവും എല്ലാം കണ്ട് ടെൻഷനോടെ നോക്കി നിൽപ്പാ നിധിയും ചാന്ദിനിയുമെല്ലാം. എല്ലാം കണ്ടു നിൽക്കുന്ന ലളിതയും സുനന്ദയോടായി പറയുന്നുണ്ട്, ഇതാണ് ഭാസ്കരന്റെ അളിയൻ, സുഭാഷിന്റെ അമ്മാവൻ. സുഭാഷ് വീണ്ടും മാമനെ പിടിച്ചു മാറ്റി, പറയുന്നതൊന്നു കേൾക്ക്, എന്തിനിങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് മാമനും സുധീഷിനോടായി, നോക്ക്, എനിക്കും നിനക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. ഭാസ്കരൻ എന്റെ അനിയത്തിയെ കൊന്നവനാ. ഈ നാട്ടിലേക്ക് കാലെടുത്ത് കുത്തരുതെന്ന് പറഞ്ഞിട്ടും അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ഭാസ്കരനെ പിടിച്ചമർത്താൻ പാടുപെടുകയാണ് സുഭാഷും. സുഭാഷിന്റെ അമ്മാവൻ വീണ്ടും ചെന്ന് ഭാസ്കരനെ അടിച്ചു വീഴ്ത്തുകയാണ്. സുധീഷ് ചെന്ന് അമ്മാവനെ പിടിച്ചു മാറ്റി കോളറിട്ട് പിടിക്കുമ്പോഴേക്കും, എന്റെ ദേഹത്ത് കൈവയ്ക്കുന്നോടാ എന്ന് ചോദിച്ച് സുധീഷിന്റെ കവിള താഞ്ഞടിക്കുകയാണ് അമ്മാവനും. പിന്നീട് അയാൾ സുധീഷിനെ പൊതിരെ തല്ലുകയാ. പിടിച്ചു മാറ്റാൻ പോവാൻ തുടങ്ങിയ ഭാസ്കരനെ സുഭാഷ് തടഞ്ഞു നിർത്തുകയാണ്. അമ്മാവൻ സുധീഷിനെ തല്ലി ചതയ്ക്കുന്നത് കണ്ട് വെപ്രാളത്തോടെ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോടെ നോക്കി നിൽപ്പാ നിധിയും നികേഷുമെല്ലാം. അപ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് ഓടി വന്ന് സുധീഷിനെ തല്ലി ചതയ്ക്കുന്ന അമ്മാവനെ പിടിച്ചു തള്ളുന്നത്. അവർ തമ്മിൽ വീണ്ടും അടിയും വഴക്കുമാവുമ്പോഴേക്കും സുഭാഷ് എല്ലാവരെയും പിടിച്ചു മാറ്റുകയാണ്. ഭാസ്കരനും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ പ്രശ്നം? എന്റെ മക്കളുടെ ദേഹത്ത് കൈവച്ചാലുണ്ടല്ലോ, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറയുന്നത് കേൾക്കെ, നിന്റെ മക്കളോട് ഞാൻ അടങ്ങിയിരിക്കാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ വന്നാൽ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് അമ്മാവനും വെല്ലുവിളിക്കുക. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കാവുമ്പോഴേക്കും ലളിത അങ്ങോട്ട് ഇറങ്ങി വന്ന്, ചേട്ടാ, പ്രശ്നമൊന്നും വേണ്ട ചേട്ടാ, ഇട്ടേക്കെന്ന് അമ്മാവനോടായി പറയുകയാണ്. അത് ശരി, നീയും ഇവന്റെ കൂടെ ചേർന്നു, ഇവനെയൊന്നും കുടുംബത്തിൽ ചേർക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് ഇപ്പോ എല്ലാവരും ഒരു കുടുംബമായോ എന്ന് സുഭാഷിന്റെ അമ്മാവൻ ദേഷ്യത്തോടെ ചോദിക്കേ. ഞങ്ങൾ ആരും അവരെ ഞങ്ങളുടെ കുടുംബത്തിൽ ചേർത്തില്ല. ഞങ്ങൾ തറവാട്ട് അമ്പലത്തിലേക്ക് വരുന്ന സമയം നോക്കി ഇവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കും. ഇതാണ് എന്റെ മോള് സുനന്ദ. ഇവളും ഇവളുടെ ഭർത്താവും ആദ്യമായി നാട്ടിലേക്ക് വരികയാണ്. ഇവളുടെ ഭർത്താവ് അശ്വിൻ പുറത്തെങ്ങോ പോയതാ, ഇപ്പൊ ഇങ്ങോട്ട് വരും, വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ ലളിത അമ്മാവനോടായി പറയുമ്പോഴേക്കും നിധിയും പതിയെ സുഭാഷേട്ടനോടായി, സുഭാഷേട്ടാ, സത്യമായും ഇത് നിങ്ങളുടെ അമ്മാവനാണോ എന്ന് ചോദിക്കുന്നു. അതെ മോളെ, ഇത് ഞങ്ങളുടെ അമ്മയുടെ ചേട്ടനാണ് എന്ന് സുഭാഷ് പറയുന്നത് ശ്രദ്ധിച്ച് അമ്മാവനും പറയുന്നുണ്ട്, ഇയാൾ നിങ്ങളുടെ അമ്മയെ കൊന്നവനാണടാ. ഇവനെ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംരക്ഷിക്കുകയാണോ? ഇതാണോ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കുന്ന മര്യാദ എന്ന് അമ്മാവനും ചോദിക്കുന്നുണ്ട്. സുധീഷും പറയുക, നിങ്ങൾ പറയുന്ന കഥയൊന്നും ഞങ്ങൾക്കറിയില്ല. ഇയാളാണ് ഞങ്ങളുടെ അമ്മയെ കൊന്നതെന്ന് പറയപ്പെടുന്നു, പക്ഷേ ഞങ്ങൾ ആരും അത് കണ്ടിട്ടില്ല. അമ്മയെ കൊന്നയാൾ ജയിലിൽ പോയപ്പോ ആരുമില്ലാതെ ഞങ്ങൾ അനാഥരായി തീർന്നു. അപ്പോഴൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛൻ്റെ അടുത്ത് തെറ്റുണ്ടെന്ന് പറയുന്നു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഞങ്ങൾ എന്തിനു തെറ്റ് ചെയ്യണം? നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ട് കൂടിയില്ലല്ലോ എന്ന് സുധീഷ് പറയെ അമ്മാവനും ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ടത് നിങ്ങൾക്കറിയില്ലേ? അന്ന് നിങ്ങളെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോവാനായി ഞാൻ വന്നിരുന്നു. ഈ നിൽക്കുന്നവൻ അന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല.
നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ കൂടെ പോരണോ ഇയാളുടെ കൂടെ താമസിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഇവന്റെ കൂടെ താമസിച്ചാൽ മതി എന്ന് നിങ്ങളാടാ പറഞ്ഞത് എന്നമ്മാവൻ പറയുന്നത് കേൾക്കേ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടുപോകാൻ പാടുണ്ടോ എന്ന് സുധീഷൻ ചോദിക്കുക. ഭാസ്കരനും അവനെ തടഞ്ഞ്, നിനക്കിപ്പോ എന്തു വേണം? നിന്റെ അനിയത്തിയെ ആരാണ് കൊന്നതെന്ന് നിനക്കറിയണം. ഞാൻ തന്നെയാടാ കൊന്നത്. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഇനിയും വരും ഈ നാട്ടിലേക്ക്. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈ നാട്ടിലേക്ക് വരും. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെങ്കിലും നീ അങ്ങോട്ട് ചെയ്യ എന്ന് ഭാസ്കരനും വെല്ലുവിളിക്കുക. ഏയ് മിണ്ടാതിരിക്കെ, നീ കുടുംബത്തോടെ വന്നതുകൊണ്ടാ ഞാനും അടങ്ങിയിരിക്കുന്നത്. ഇനിയെങ്ങാനും തനിച്ച് ഈ നാട്ടിലേക്ക് നീ വന്നാലുണ്ടല്ലോ, നിന്നെ ജീവനോടെ പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഭാസ്കരന് നേരെ വിരൽ ചൂണ്ടി സുഭാഷിന്റെ അമ്മാവനും പറയുക. ഒന്ന് പോടാ, പേടിപ്പിക്കാതെ. ചെയ്യുന്നതെല്ലാം ഇങ്ങനെ വിളിച്ചു പറയരുത്. നീ ഈ പറയുന്ന സമയം കൊണ്ട് ഭാസ്കരൻ ചെയ്തു കാണിച്ചിരിക്കും. ജയിലെനിക്ക് പുതിയതൊന്നുമല്ലല്ലോ. കൊലക്കുറ്റത്തിന് കുറെ കാലം ജയിലിൽ കിടന്നു വന്നതല്ലേ ഞാൻ. പോടാ, നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്യേ എന്നൊക്കെ അച്ഛൻ വെല്ലുവിളിക്കുന്നത് കേൾക്കെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് നികേഷും പറയുകയാ. അവനെ കണ്ട് അമ്മാവിന്റെ കൂടെ വന്ന ഒരാളും, ആരാണ് ആ പയ്യൻ? ഭാസ്കരന് 3 മക്കളല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട് സുഭാഷിന്റെ അമ്മാവനും പരിഹാസത്തോടെ പറയുകയാ, ഇവനൊരു കില്ലാടിയാ. എന്റെ അനിയത്തിയെ കൊന്നത് പോരാഞ്ഞിട്ട് വീണ്ടും ഒരുത്തിയെ കൂടി കൊണ്ടുവന്ന് അവളെയും കൊന്നുകളഞ്ഞു. ആ 2ാമത്തെ ഭാര്യയിലുണ്ടായതാ ഇവൻ എന്ന് നികേഷിനെ ചൂണ്ടി പറയുന്നുണ്ട്. അത് കേട്ട് നികേഷ് ആകെ വിഷമത്തോടെ നിൽക്കുമ്പോഴേക്കും നികേഷേ എന്ന് വിളിച്ചവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിധി. ഇവൻ കൂടിയുള്ളോ നിന്റെ മകൻ, അതോ വേറെ എവിടെയെങ്കിലും ഇനിയും നിനക്ക് മക്കളുണ്ടോ എന്ന് പരിഹാസത്തോടെ അമ്മാവനും ചോദിക്കുക. അത് കേട്ട് സുധീഷ് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുമ്പോഴേക്കും നിധിയും പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞങ്ങൾ അമ്പലത്തിൽ വഴിപാട് നടത്താൻ വന്നതാ. പൂജയും വഴിപാടുകളും എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാ. ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കരുതെന്ന് അമ്മാവന്റെ കൂടെ വന്ന ഒരാളും പറയുന്നുണ്ട്. അവരെല്ലാം കുറെ കാലത്തിനു ശേഷം തറവാട്ട് അമ്പലത്തിലേക്ക് വന്നതാ. വെറുതെ അവരോട് എന്തിനാ വഴക്കിടുന്നത്? ഇപ്പൊ നീ വഴക്കുണ്ടാക്കിയാൽ നിന്റെ മരിച്ചുപോയ അനിയത്തി തിരികെ വരുമോ? ഇല്ലല്ലോ. അവരൊന്നും നിന്നെ ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. അവർ കുടുംബത്തോടെ വന്ന് തറവാട്ടമ്പലത്തിലെ വഴിപാടുകളും കഴിഞ്ഞ് പോവാനിരിക്കുക. പിന്നെന്തിനാ നീ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിധിയും പറയുന്നുണ്ട്, നടന്നതൊന്നും ഇനി മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങളുടെ ദേഷ്യം കുറഞ്ഞില്ലേ? സുഭാഷും മാമ എന്ന് സ്നേഹത്തോടെ വിളിക്കേ, അടുത്തേക്ക് വരരുത്. നിങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ എന്തു പറഞ്ഞാലും നടന്നതൊന്നും മറക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാവർക്കും അവസാനം ഒരു താക്കീത് കൂടി നൽകുക. ഇപ്പോ ഈ നിമിഷം എല്ലാവരും ഈ നാട് വിട്ട് പോയിക്കോണം. അതാണ് നിങ്ങൾക്കും നല്ലത്, എനിക്കും നല്ലത്. അതിനുശേഷം ഇയാളെന്റെ കൺമുന്നിൽ വരാനേ പാടില്ല എന്ന് ഭാസ്കരനെ നോക്കി പറഞ്ഞ് ഭാസ്കരനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അമ്മാവൻ അവിടെ നിന്ന് നടന്നു നീങ്ങുക. വണ്ടിയിൽ കയറി അമ്മാവൻ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനകം ഇവിടം വിട്ട് പോയിക്കോണം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം വെച്ചേക്കില്ലെന്ന്. അത് കേട്ട് ഭാസ്കരനെ വിളിച്ചു പറയുന്നുണ്ട്, പോണില്ലടാ, ഒരാഴ്ച ഇവിടെ തന്നെയാ താമസിക്കുന്നത്. അത് കണ്ട് സുഭാഷും അച്ഛനെ തടയുകയാ. സുഭാഷ് എല്ലാവരോടും പെട്ടെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്യ, നമുക്ക് ഇറങ്ങാമെന്ന് പറയേ. അയാളുടെ ഭീഷണിയും കേട്ട് പേടിച്ചോടുകയാണോ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷൻ ചോദിക്കുക. എടാ സുധീഷേ, നമ്മൾ ആരെയും പേടിച്ചല്ല പോകുന്നത്. ഇവിടെ നമ്മൾ തറവാട്ടമ്പലത്തിൽ വഴിപാടുകളും പൂജയും നടത്താനാ വന്നത്. അതെല്ലാം കഴിഞ്ഞില്ലേ? നമ്മൾ ഇറങ്ങാമെന്ന് നേരത്തെ തീരുമാനിച്ചതല്ലേ? നമുക്ക് ഇറങ്ങാം വാ എന്ന് പറഞ്ഞു വിളിക്കേ. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ട് തിരികെ വരില്ലേ എന്ന് നികേഷൻ ചോദിക്കും. എന്താ നികേഷെ വരാതിരിക്കാൻ കാര്യം? ഇത് നമ്മുടെ നാടല്ലേ, ഇവിടെയല്ലേ നമ്മുടെ തറവാട്ടമ്പലമുള്ളത്. ഇനി നമ്മുടെ കുടുംബത്തിൽ എന്ത് നല്ലത് നടന്നാലും നമ്മുടെ ഈ തറവാട്ടമ്പലത്തിൽ പ്രാർത്ഥിക്കാനായി വരും എന്ന് സുഭാഷ് ധൈര്യത്തോടെ പറയുന്നത് കേട്ട്, അങ്ങനെ പറയടാ എന്റെ സിംഹക്കുട്ടി, നമ്മൾ ഇങ്ങോട്ട് വരുമടാ. മാസം മാസം ഈ നാട്ടിൽ വരും. അവനെ പേടിച്ച് നമ്മൾ നിൽക്കണോ? അവനോട് പോവാൻ പറ എന്ന് അച്ഛനും വിളിച്ചു പറയുന്നുണ്ട്. അതെല്ലാം ശരിയച്ചാ, നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഇറങ്ങാം എന്ന് അച്ഛനോടായി പറഞ്ഞ് സുഭാഷ് എല്ലാവരോടുമായി, ഇടാ നടന്നതൊന്നും ആരും മനസ്സിൽ വെച്ചേക്കരുത്. ഇതേപ്പറ്റി ഇനി ഒരു സംസാരം വേണ്ട. എല്ലാവരും വാ, വന്നെല്ലാം എടുത്തു വെക്കും എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാ. അമ്മാവൻ തല്ലിയതിന്റെ തന്റെ തോളത്തെ വേദന കടിച്ചമർത്തി നിൽക്കുകയാണ് സുധീഷും. അത് ശ്രദ്ധിച്ച് ടെൻഷനോടെ അവനെ നോക്കി നിൽപ്പാൻ നിധിയും. അച്ഛൻ പുറത്തോട്ട് ഇറങ്ങി പോവാൻ തുടങ്ങും നേരം സുഭാഷ് അച്ഛനോടായി, അച്ഛൻ എങ്ങോട്ടാ ഇറങ്ങി പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോയൊരു ബീഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും, ബീഡിയെല്ലാം പിന്നെ വാങ്ങാം, അച്ഛൻ വാ, വന്ന് റെഡിയാവെന്ന് പറഞ്ഞ് സുഭാഷ് അച്ഛനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വേദന കടിച്ചമർത്തിയിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് നിധിയെത്തി. സുധീഷെ, വേദനിക്കുന്നോ? അമ്മാവൻ അങ്ങനെയാണല്ലോ തല്ലി ചതച്ചത് എന്നവൾ ചോദിക്കേ, വേദനയില്ലെന്ന് സുധീഷും പറയുക. ഒന്ന് കാണിച്ചേ എന്ന് നിധി പറയേ. സാരമില്ല നിധി എന്ന് സുധീഷും പറയുക. കാണിച്ചേ, കാണിക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് അവൾ പിടിച്ചു വലിക്കുമ്പോഴേക്കും തന്റെ തോളത്തെ ചതവ് സുധീഷ് നിധിയെ കാണിക്കുകയാ. അത് കണ്ട് വിഷമത്തോടെ നിധിയും, നല്ല വേദനിക്കുന്നുണ്ടാവുമല്ലോ, എങ്ങനെ തോന്നി അയാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നിധി മരുന്നെടുക്കാനായി അകത്തേക്ക് ഓടി പോകും. പിന്നീട് മരുന്നുമായി എത്തിയ അവൾ സുധീഷിന്റെ തോളത്ത് മരുന്ന് പുരട്ടി കൊടുക്കുക. നിധി വിഷമത്തോടെ അവന്റെ തോളത്ത് മരുന്ന് പുരട്ടുമ്പോഴേക്കും അവളെ സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിയോടെ ഇരിപ്പാ സുധീഷും.
പിന്നീട് രാത്രിയാവുമ്പോൾ സുഭാഷും കൂട്ടരും കിളിക്കൂട്ടിൽ തിരിച്ചെത്തുകയാണ്. വീട്ടിലേക്ക് കയറിയിട്ടും നീതു പറഞ്ഞ കാര്യങ്ങളോർത്ത് ആകെ ടെൻഷനോട് നിൽപ്പ ഹരീഷ്. സുഭാഷ് ഏട്ടൻ അകത്തേക്ക് പോയി അവർക്ക് കുടിക്കാനായി വെള്ളം കൊണ്ട് കൊടുക്കുക. കാറിൽ ഇത്ര ദൂരം യാത്ര ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ശരീരം ആകെ വേദനിക്കുന്നുവെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. നിങ്ങളെല്ലാവരും കാറിൽ കിടന്ന് ഉറങ്ങുകയെങ്കിലും ചെയ്തല്ലോ. ഞാൻ ഉറക്കമില്ലാതെ വണ്ടി ഓടിക്കുകയായിരുന്നു. എന്നെപ്പറ്റി കുറച്ചെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സുഭാഷ് ഏട്ടൻ എന്ന് സുധീഷൻ ചോദിക്കും. ഞാൻ പുറകിലിരുന്നു കൊണ്ട് നന്നായി ഉറങ്ങാൻ പറ്റിയില്ല. 1 മാസം വണ്ടി ഓടിക്കാതെ ഇരുന്നിട്ട് ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള നിന്റെ കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കുന്നു. നീ പോയി ഉറങ്ങി റെസ്റ്റ് എടുക്കാൻ നോക്കെന്ന് സുഭാഷ് ഏട്ടൻ പറയെ. ടെൻഷനോടെ നിൽക്കുന്ന ഹരീഷിനെ ഒന്ന് നോക്കി പോവാൻ സുഭാഷ് ഏട്ട എന്ന് സുധീഷും പറയുക. അപ്പോഴാണ് ടെൻഷനോടെ നിൽക്കുന്ന ഹരീഷിനെ സുഭാഷും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് ഹരീഷും സുഭാഷ് ഏട്ടാ ഞാനൊന്ന് പോയി നീതുവിനെ കാണട്ടെ എന്ന് ചോദിക്കുന്നത്. അതെ അതെ, നീതുവിനെയും കുഞ്ഞിനെയും കാണാൻ ധൃതിയായല്ലേ എന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷും ടെൻഷനോടെ പറയുക, നമ്മൾ ഇതിനുടനെ എന്തെങ്കിലും പരിഹാരം കാണണം ഹരീഷെ. നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം എത്തിയ കാര്യവും ഇതാ. നീതുവിൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് കല്യാണം എപ്പോൾ നടത്താമെന്ന് ഫിക്സ് ചെയ്യണം. ഇനി കല്യാണം വേണ്ട എന്ന എതിരഭിപ്രായമൊന്നും വേണ്ട. പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടത്തണമെന്ന് സുഭാഷ് ഏട്ടൻ പറയേ. അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പോയൊന്ന് നീതുവിനെ കണ്ടിട്ട് വരാം എന്ന് ഹരീഷ് പറയേ. എന്നാ ഞാനും വരാമെന്ന് പറഞ്ഞ് സുധീഷും എഴുന്നേൽക്കുകയാണ്. അതൊന്നും വേണ്ട, ഞാൻ പോയി അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ കീയെടുത്ത് തൻ്റെ ബൈക്കിലേക്ക് കയറുമ്പോഴേക്കും നീതു പറഞ്ഞ കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതെല്ലാം ഓർക്കെ പെട്ടെന്ന് അവൻ തൻ്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാണ്. അവൻ പോകുന്നതും നോക്കി നിൽക്കുന്ന സുഭാഷ് ഏട്ടനോടായി സുധീഷും പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, ഞാനിപ്പോൾ വരാം. എടാ സുധീഷേ, ഇത്രയും നേരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, എന്ത് ജോലി ഉണ്ടെങ്കിലും ഇനി നാളെ ചെയ്യാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ടെങ്കിൽ. അല്ല സുഭാഷ് ഏട്ടാ, അർജന്റായ ഒരു കാര്യമുണ്ട്, ഞാൻ ഉടനെ വരാമെന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയ സുധീഷും ഹരീഷ് പോകുന്നതും ശ്രദ്ധിച്ച് പറയുന്നുണ്ട്, എന്നോട് വരണ്ടെന്ന് പറഞ്ഞല്ലേ. ഞാനും വരുമെന്ന് പറഞ്ഞ് സുധീഷും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഹരീഷ് നീതുവിന്റെ വീടിന് മുന്നിലെ റോഡിൽ വണ്ടി നിർത്തി മൊബൈൽ എടുത്ത് അവളെ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ പുറകെ ഒരു ഓട്ടോയിൽ അങ്ങോട്ടെത്തിയ സുധീഷും കുറച്ച് അപ്പുറത്ത് മാറി ഓട്ടോ നിർത്തി അവനെ തന്നെ ശ്രദ്ധിച്ചിരിപ്പാം. ഹരീഷ് കോൾ ചെയ്യുന്നത് കണ്ട് സുധീഷും ഓട്ടോയിലിരുന്ന് പറയുന്നുണ്ട്, ഹരീഷിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോടുള്ളൊരു സ്നേഹം കണ്ടില്ലേ, വന്ന ഉടനെ തന്നെ നീതുവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞവൻ ചിരിയോടെ നോക്കിയിരിപ്പാം. തന്റെ റൂമിലിരിക്കായിരുന്ന നീതുവും ഹരീഷിന്റെ കോൾ അറ്റൻഡ് ചെയ്ത്, പറ ഹരീഷേ എന്ന് പറയേ. എവിടെയാ നീ എന്ന് ഹരീഷും ചോദിക്കുക. അവൾ ക്ഷീണം അഭിനയിച്ച് പറയുന്നുണ്ട്, ഞാൻ വീട്ടിലാണ് ഹരീഷേ. രാവിലെ എഴുന്നേറ്റത് മുതൽ ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ട്. പ്രഗ്നന്റ് ആയവർക്ക് അങ്ങനെ ഉണ്ടാവും എന്നവൾ ചിരിയോടെ പറയുന്നത് കേൾക്കെ ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നോക്ക് നീതു, 2 ദിവസം നീ എന്നെ ടെൻഷനാക്കി, നിനക്കതറിയാമോ ഇല്ലയോ എന്ന്. അത് കേൾക്കെ നീതു ചിരി അടക്കിയിരിക്കുമ്പോഴേക്കും ഹരീഷ് വീണ്ടും പറയുന്നുണ്ട്, നീ ആദ്യം പുറത്തേക്ക് ഇറങ്ങി വാ, ഞാൻ നിന്റെ വീടിന് പുറത്തുണ്ടെന്ന്. അത് കേൾക്കെ നീതുവും വീടിന് പുറത്തുണ്ടെന്നോ എന്ന് ചോദിക്കുക. അതെ, നിന്റെ വീടിന്റെ പുറത്തുണ്ട്, പെട്ടെന്ന് ഇറങ്ങി വാ എന്ന് ഹരീഷ്. ഓ, കുഞ്ഞിനെ കാണാനുള്ള ആവേശത്തോടെ ഓടി വന്നതാണല്ലേ എന്ന് നീതു ചിരിയോടെ ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ഹരീഷും ദേഷ്യത്തോടെ, അടിച്ച് നിന്റെ തല ഞാൻ തല്ലി പൊട്ടിക്കും, ഓവറായി സംസാരിക്കാതെ, നീ എങ്ങനെ പ്രഗ്നന്റ് ആവും എന്നവൻ സംശയത്തോടെ ചോദിക്കേ. അപ്പോ നീ എന്നെ സംശയിക്കുകയാണല്ലേ, നീ ഫോൺ വെക്കുക ഹരീഷേ, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് നീതു പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുക. ഹരീഷിനെ വീണ്ടും പറ്റിച്ചതോർത്ത് അവൾ അവിടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. ഹരീഷും ദേഷ്യത്തോടെ നീതുവിന്റെ വീട്ടിലേക്ക് ചെന്ന് നീതു നീതുന്ന് ഉറക്കെ വിളിക്കുക. ഹരീഷിന്റെ നീതു എന്നുള്ള വിളികേട്ടം അഖിലും മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഹരീഷിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട്, നിന്നെയാടാ ഞാൻ കാത്തിരുന്നത്, എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങി വന്ന് അഖിലിനെ പിടിച്ചു മാറ്റി. അയൽവക്കത്തുള്ളവരെല്ലാം അറിഞ്ഞാൽ നാണക്കേടുണ്ടാകുന്ന വിഷയമാടാ, നീ അകത്തേക്ക് കയറിപ്പോയെന്ന് പറഞ്ഞ് അഖിലിനെ അകത്തേക്ക് പറഞ്ഞുവിട്ട് ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് നീ അകത്തേക്ക് കയറിവാ എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക നീതുവിന്റെ അച്ഛൻ. അത് കണ്ട് സുധീഷും പെട്ടെന്ന് ഓട്ടോയ്ക്ക് കാശ് കൊടുത്ത് അവിടെ നിന്നിറങ്ങി നീതുവിന്റെ വീട്ടിലേക്ക് നടക്കുക. ചന്ദ്രൻ ഹരീഷിനെയും കൊണ്ട് അകത്തേക്ക് എത്തുമ്പോഴേക്കും അഖിൽ വീണ്ടും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് അവന്റെ കോളറിനിട്ട് പിടിച്ച് വഴക്കിടാൻ തുടങ്ങുമ്പോഴേക്കും കൈ എടുക്കണമെന്ന് പറഞ്ഞ് ഹരീഷും അവനെ തട്ടിമാറ്റുകയാണ്. പുറത്തെ ബഹളവും ഹരീഷിന്റെ ശബ്ദവും കേൾക്കെ നീതുവും പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വരിക. തമ്മിൽ അടികൂടാൻ തുടങ്ങുന്ന ഹരീഷിനെയും അഖിലിനെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുക ചന്ദ്രൻ. നീതുവും അങ്ങോട്ട് വന്ന് വിടലാന്ന് പറഞ്ഞ് തന്റെ ചേട്ടനെ പിടിച്ചു മാറ്റുകയാണ്. അഖിലും ദേഷ്യത്തോടെ അച്ഛനോടായി, എന്തിനാ അച്ഛൻ എന്നെ തടയുന്നത്, ഇവനെ ഇന്ന് ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞ് വീണ്ടും ഹരീഷിന് നേരെ ചെല്ലുന്നുണ്ടെങ്കിലും ചന്ദ്രനും നീതുവും കൂടി അഖിലിനെ പിടിച്ചു മാറ്റുകയാണ്. സുധീഷ് വന്ന് ഡോറിൽ തട്ടുമ്പോഴേക്കും വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ട് ചന്ദ്രനും അഖിലിനോടായി, ഇതല്ലേ ഞാൻ നിന്നോട് ബഹളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. ബഹളം കേട്ട് അയൽവക്കത്തുള്ളവരെല്ലാം വരാൻ തുടങ്ങിയെന്ന് തോന്നുന്നു, ഒന്ന് മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞ് ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും സുധീഷ് അകത്തേക്ക് കയറുവെന്ന് ഹരീഷിന്റെ നേരെ തിരിഞ്ഞ അഖിലിനെ പിടിച്ചു മാറ്റുക. എന്താടാ, എന്റെ അനിയനെ കൊല്ലുമെന്നൊക്കെ പറയുന്നു, അത്രയ്ക്കായോ നീ എന്ന് സുധീഷും ചോദിക്കുക. പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുകയല്ലേ, അതോ ഹരീഷ് രക്ഷയ്ക്കായി പുറത്ത് കാവൽ നിർത്തിയതാണോ എന്ന് അഖിൽ ചോദിക്കുന്നു. അത് കേട്ട് ഹരീഷും, സുധീഷേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. ഞാനിപ്പോൾ വരുന്നതേ ഉള്ളൂ, ഇവനെന്താ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുന്നത്, അത് കേട്ടിട്ടും നീ മിണ്ടാതിരിക്കുകയാണോ എന്ന് സുധീഷ് ചോദിക്കുക. അഖിലും കൈ അടിച്ചുകൊണ്ട്, സൂപ്പർ, നന്നായി അഭിനയിക്കുന്നുണ്ട് രണ്ടാളും. എന്താ നീ പറഞ്ഞത്, നിന്റെ അനിയൻ എൻ്റെ അനിയത്തിയെ പ്രഗ്നന്റ് ആക്കിയിട്ട് ഞങ്ങളതും കേട്ട് മിണ്ടാതിരിക്കണമെന്നോ
ഇവളെ പ്രഗ്നന്റ് ആക്കിയാൽ ഈ മെക്കാനിക്കിന് ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്നാണോ എന്നെങ്കിൽ ചോദിക്കുമ്പോഴേക്കും സീത ചെന്ന് ഹരീഷിന്റെ കോളറിനിട്ട് പിടിച്ച് കരച്ചിലോടെ എന്റെ മോളുടെ ജീവിതം എന്തിനാ നീ നശിപ്പിച്ചതെന്ന് ചോദിക്കുക. വിടമ്മയെന്ന് നീതുവും വിളിച്ച് പറയുന്നുണ്ട്. സുധീഷും അവരുടെ കൈ പിടിച്ചു മാറ്റി ആദ്യം കൈ എടുക്കുക. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം, ചുമ്മാ ശരീരത്തിൽ കൈവെക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ സീത ദേഷ്യത്തോടെ സുധീഷിന്റെ കോളറിനിട്ട് പിടിച്ച് എന്ത് പറഞ്ഞു തീർക്കാമെന്ന്. പറഞ്ഞു തീർക്കേണ്ട വിഷയമാണോ നിന്റെ അനിയൻ ചെയ്തു വെച്ചിരിക്കുന്നത്? കല്യാണം കഴിയാത്ത പെണ്ണ് അവൾ 2 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. അവൾക്ക് 21 വയസ്സേ ആയിട്ടുള്ളൂ. കോളേജിൽ പോവേണ്ട ഈ പ്രായത്തിൽ വയറ്റിലൊരു കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നിൽക്കുന്നു. പെറ്റ അമ്മയ്ക്ക് കേൾക്കുമ്പോ എങ്ങനെ ഇരിക്കും? നിങ്ങൾ വലിയ യോഗ്യതയുള്ള കുടുംബമാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ എന്നൊക്കെ സീത ചോദിക്കുന്നവൾക്ക് ഹരീഷ് സംശയത്തോടെ നീതുവിനെ നോക്കുക. നീതുവും ടെൻഷനോടെയും നിസ്സഹായതോടെയും ഹരീഷിനെ തന്നെ നോക്കുക. നിങ്ങളുടെ കുടുംബ മഹിമയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ മോളോട് ഇവൻ സംസാരിക്കരുതെന്ന് എത്ര വട്ടം വിലക്കിയിട്ടുണ്ട് എന്ന് സീത ചോദിക്കുന്നവൾക്ക് അവൻ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ മോളോട് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മോൾ അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് കൊണ്ട് അവൻ സംസാരിക്കുന്നത്. തെറ്റ് രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്. ചുമ്മാ ദേഹത്ത് കൈവയ്ക്കാതെ എന്ന് സുധീഷും പറയുകയാണ്. അത് കേൾക്കെ സീതയും ദേഷ്യത്തോടെ നീതുവിന്റെ അരികിലേക്ക് ചെന്ന് കേട്ടില്ലടി, നീയാണ് അങ്ങോട്ട് ചെന്ന് സംസാരിച്ചതെന്ന്. നീ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ടല്ലേ ഇതെല്ലാം വന്നത്. നീ കാരണം ഞങ്ങൾക്കുണ്ടായ നാണക്കേട് എന്താണെന്നറിയോ? എന്തിനാടി ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് ചോദിച്ച് അമ്മവളെ പൊതിരി തല്ലുകയാണ്. എല്ലാം കണ്ടതുവരെ ഒന്നും മിണ്ടാതെ നിൽക്കായിരുന്ന ഹരീഷും പൊട്ടിത്തെറിക്കുക. ഒന്ന് നിർത്തുന്നുണ്ടോ? അത് കേൾക്കെ സീതയും അവനെ തന്നെ നോക്കി നിൽക്കെ ഹരീഷ് നീതുവിന്റെ അരികിലേക്ക് ചെന്ന് നീതു, നീ സത്യം പറ, നീ പ്രഗ്നന്റ് ആണെന്ന് കേട്ട് എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ എങ്ങനെ പ്രഗ്നന്റ് ആവുമെന്ന് പറ എന്ന് ഹരീഷ് ചോദിക്കുന്നവൾക്ക് ഒരു ഞെട്ടലോടെ നീതുവിനെ നോക്കുകയാണ് അമ്മയും. എന്റെ മോളെ ചതിച്ച് പ്രഗ്നന്റ് ആക്കിയിട്ട് എങ്ങനെയെന്നോ എന്ന് ചന്ദ്രനും ചോദിക്കുക. സീതയും ദേഷ്യത്തോടെ നീതുവിനോടായി ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് കേട്ടില്ലേ, നീ എങ്ങനെ ഗർഭിണിയായി എന്ന് അവൻ ചോദിക്കുന്നത്. ഈ അപമാനം സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്കെന്ന് ചോദിച്ച് സീത അവളെ അടിക്കുക. ഹരീഷിന്റെ കോളറിനിട്ട് പിടിച്ചുകൊണ്ട് അഖിലും ദേഷ്യത്തോടെ ചോദിക്കുക. എടാ ഹരീഷേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് എന്റെ പെങ്ങളെ ചതിക്കുന്നോടാ നീ എന്ന് ചോദിച്ചവൻ ഹരീഷിനെ തല്ലുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ചു മാറ്റി അഖിലിന്റെ കോളറിനിട്ട് പിടിച്ച് അവനെ തല്ലി ചതയ്ക്കുക. എല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന നീതുവും ഉച്ചത്തിൽ പറയുന്നുണ്ട്, നിർത്തുന്നുണ്ടോ? നിർത്താനല്ലേ പറഞ്ഞത്, ഞാൻ പ്രഗ്നന്റ് അല്ല. അതുകൾക്ക് ഒരു ഞെട്ടലോടെ എല്ലാവരും നോക്കി നിൽക്കുക. വിശ്വസിക്കാനാവാതെ സീതയും ചോദിക്കുന്നുണ്ട്, നീ എന്താടി പറഞ്ഞത്? ഞാൻ പ്രഗ്നന്റ് അല്ലെന്നാ പറഞ്ഞെന്ന് നീതുവും. എടി മഹാഭാബി, നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ എന്ന് അമ്മയും ചോദിക്കുക. വിശ്വസിക്കാനാവാതെ അച്ഛനും ചോദിക്കുന്നുണ്ട്, നീതു നീയല്ലേ പറഞ്ഞത് 2 മാസം പ്രഗ്നന്റ് ആണെന്ന്? അത് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് നീതുവും. പിന്നെ എന്തിനാണ് നീ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞത് എന്നകിലും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കായിരുന്നില്ലേ? ഞാൻ പ്രഗ്നന്റ് അല്ലെന്ന് അപ്പോൾ അറിയാമായിരുന്നല്ലോ എന്ന് നീതുവും. ഹരീഷും പറയുന്നുണ്ട്, അവൾ പ്രഗ്നന്റ് അല്ല, അതിനുള്ള ഒരു സാധ്യതയുമില്ല. അത് കേൾക്കെ സീതയും നീ എന്തിനാടി പിന്നെ കള്ളം പറഞ്ഞെന്ന് ചോദിച്ച് നീതുവിനെ തല്ലാൻ തുടങ്ങുക. അവരെ തടഞ്ഞ് ഹരീഷും പറയുക, അവളെ തല്ലരുത്. എന്തിനാ നീതു നീ കള്ളം പറഞ്ഞെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഹരീഷേ, നീ തറവാട്ട് അമ്പലത്തിലേക്ക് പോയ സമയത്ത് എന്നെ നിർബന്ധിച്ച് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവന്റെ ഫ്രണ്ട് പ്രേമുമായി എന്റെ കല്യാണം നടത്താനിരുന്നു. എതിർത്ത് എന്നെ അവർ മണ്ഡപത്തിൽ പിടിച്ചിരുത്തി. അപ്പോഴേ ഞാൻ പ്രേമിനോട് പറഞ്ഞതാ ഹരീഷിനെയാണ് എനിക്ക് ഇഷ്ടമെന്ന്. എല്ലാ കാര്യവും തനിക്കറിയാമെന്നും അതുകൊണ്ടാണ് താൻ കല്യാണം കഴിക്കാൻ വന്നതെന്നും പ്രേമും പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞു. അങ്ങനെയാ കല്യാണം മുടങ്ങി എന്ന് നീതു പറയുന്നവൾക്ക് നെഞ്ചത്ത് കൈവച്ച് അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ് സീതയും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.